കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിനെതിരെ പരാതിയുമായി സിൻഡിക്കേറ്റ് അംഗങ്ങൾ രംഗത്ത്. കഴിഞ്ഞ ദിവസം ഗവർണർ പങ്കെടുത്ത പരിപാടിയിൽ രജിസ്ട്രാർ നടത്തിയ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് VC-ക്ക് പരാതി നൽകിയത്. സർവകലാശാലയിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിലുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, കഴിഞ്ഞ ദിവസമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർ പങ്കെടുത്ത പരിപാടി നടക്കുന്നത്. അവിടെ ഭാരതാംബയുടെ ചിത്രം ആ പരിപാടിയിൽ ഉപയോഗിച്ചു എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി പരിപാടി ആരംഭിച്ചതിന് ശേഷം രജിസ്ട്രാർ പരിപാടിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് സംഘാടകർക്ക് കത്ത് നൽകുന്ന സാഹചര്യം, ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് കൂടി ചട്ടലംഘനം നടത്തിയെന്നുള്ള നിലയിലാണിപ്പോൾ രജിസ്ട്രാർക്കെതിരെ ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പരാതിയുമായി രംഗത്ത് വരുന്നത്. വൈസ് ചാൻസലർക്ക് തന്നെ നേരിട്ട് പരാതി നൽകിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഈ മാസം 25-ാം തീയതിയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സെനറ്റ് ഹാളിൽ ഗവർണർ പങ്കെടുത്ത പരിപാടി പത്മനാഭ സേവാ സമിതി സംഘടിപ്പിച്ചത്. പുസ്തക പ്രകാശനമാണ്, അടിയന്തരാവസ്ഥയുടെ 50 വർഷങ്ങൾ എന്ന പുസ്തക പ്രകാശനമാണ് നടത്തിയത്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും അതിൽ പുഷ്പാർച്ചനയും ദീപം കൊളുത്തലും അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ പരിപാടിയിലാണ് ഭാരതാംബയുടെ ചിത്രം അവിടെ നീക്കണമെന്നും ഒപ്പം തന്നെ ഗവർണർ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കരുത് എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ട് SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധം ഉയർത്തിയത്. SFIക്ക് ഒപ്പം നിന്നുകൊണ്ട് തന്നെ സർവകലാശാല രജിസ്ട്രാർ കൂടിയായിട്ടുള്ള KS അനിൽകുമാർ ആ പ്രതിഷേധത്തിന്റെ ഭാഗമാവുകയും ഒപ്പം തന്നെ ഈ പരിപാടി അനൌദ്യോഗികമായി അല്ലെങ്കിൽ പരിപാടി തുടങ്ങിയതിനു ശേഷം പരിപാടി റദ്ദ് ചെയ്യുകയാണ് എന്നൊക്കെയുള്ള വാക്കാലുള്ള പ്രതികരണങ്ങൾ പത്രമാധ്യമങ്ങളിൽ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. ഇതാണ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഒരു വിഭാഗം സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ സർവകലാശാലയുടെ VC കൂടിയായ ഡോക്ടർ മോഹൻ കുന്നുമേലിന് പരാതി നൽകിയിട്ടുള്ളത്. പരാതിയിൽ പറയുന്നത് ഇത്തരത്തിലാണ്: 1977 കേരള സർവകലാശാലയുടെ ചട്ടപ്രകാരം ഇത്തരത്തിലൊരു നടപടി സ്വീകരിക്കാൻ KS അനിൽകുമാറിന് യോഗ്യതയില്ല. പ്രത്യേകിച്ച് ഭരണകാര്യങ്ങളിൽ മാത്രം ഇടപെടാനാണ് സർവകലാശാലകളിൽ രജിസ്ട്രാർ ഉള്ളത്. അതും ഭരണകാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ പോലും അതിന് മുകളിൽ ചുമതലയുള്ള VC അടക്കമുള്ളവരുടെ അറിവോടും സമൂഹത്തോടും കൂടി മാത്രമായിരിക്കണം നടപടികൾ സ്വീകരിക്കാൻ. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നുമില്ലാതെ സ്വയം ഏകാധിപതിയായി നിന്നുകൊണ്ടാണ് KS അനിൽകുമാർ ഈ പ്രതികരണങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ SFIക്കാർക്കൊപ്പം ഇടതുപക്ഷ നിലപാടും രാഷ്ട്രീയ പ്രേരിതമായ നിലപാടും സ്വീകരിച്ചുകൊണ്ട് ആ പരിപാടിയുടെ വേദിയിലടക്കം വന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തത്. ഈ ഘട്ടത്തിലാണ് ഈ സംഭവ വികാസങ്ങളിൽ കൃത്യമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഗവർണർക്ക് VC-ക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഏത് തരത്തിലാണ് ചട്ടലംഘനം ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുന്നതോടൊപ്പം തന്നെ കൃത്യമായ നടപടി, അത് നിയമ നടപടിയാണെങ്കിൽ നിയമ നടപടി പോലും, വകുപ്പ് തലപടിയാണെങ്കിൽ വകുപ്പ് തല നടപടിയെങ്കിലും രജിസ്ട്രാർക്കെതിരെ സ്വീകരിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ VC-ക്ക് നൽകിയിട്ടുള്ള പരാതിയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഗോപകുമാറും വിനോദ് കുമാറും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. മുൻപും സമാനമായ രീതിയിൽ രജിസ്ട്രാർ ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷത്തിനൊപ്പം നിന്നുകൊണ്ട് ഒരു CPM സഹയാത്രികനായി പല ഘട്ടങ്ങളിലും സർവകലാശാലയുടെ ഭരണകാര്യങ്ങളിൽ ഇടപെടൽ രജിസ്ട്രാർ നടത്തിയിട്ടുണ്ട്. ഇതടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ചാൻസലർ കൂടിയ ഗവർണർ എത്തുന്ന പരിപാടിയിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചതിൽ പ്രതിഷേധവും ഉയരുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ പരാതി VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടികളും സംഭവത്തിൽ കൃത്യമായ വിശദീകരണവും നൽകാൻ രാജ്ഭവൻ VC-യോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. VC-യോട് ആവശ്യപ്പെട്ടതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ VC-ക്ക് മുൻപാകെ രജിസ്ട്രാർക്കെതിരെ ഒരു പരാതി കൂടി എത്തിയിട്ടുള്ളത്. എന്നാലും ഇക്കാര്യത്തിൽ VC സ്വീകരിക്കുന്ന നിലപാടുകൾ നിർണായകമായിരിക്കും. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രാർക്കെതിരെ നടപടി ഏതെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടത്. എന്തായാലും വലിയ രീതിയിൽ വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഇടപെടലും പരാതിയും ഇപ്പോൾ VC-യുടെ മുൻപാകെ രജിസ്ട്രാർക്കെതിരെ എത്തിയിട്ടുള്ളത്. വിനോദം, വളരെ വ്യക്തമാണ്. കേരള സർവകലാശാലയിൽ ഗവർണർ പങ്കെടുത്ത പരിപാടിയെ സംബന്ധിച്ച വിവാദപരമായ പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ രജിസ്ട്രാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ സർവകലാശാല വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിട്ടുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശാലിനി.